രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും വയനാട് ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഇന്നലെ പോളിംഗ് പൂർത്തിയാവുകയുണ്ടായി. രണ്ട് സ്ഥലത്തും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പോളിംഗ് ശതമാനം ചെറിയ രീതിയിൽ കുറവാണ്. ആ കുറവ് ആരെയാണ് ബാധിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. കുറവ് എല്ലാവരെയും ബാധിക്കും, കുറേശ്ശെ എല്ലാവരും ബാധിക്കും. പക്ഷേ ചേലക്കര നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി യു.ആർ. പ്രദീപ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ച കാര്യം അത് തന്നെയാണ്. അതിൽ ഉത്കണ്ഠയോ സംശയമോ ഇല്ല എന്ന കാര്യം ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നു. വയനാട് സംബന്ധിച്ച് വയനാട് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മെച്ചപ്പെടുത്താനാവും എന്ന് തന്നെയാണ് അവിടെയും കാണുന്നത്. തിരിച്ചു ആവാനുണ്ട്. അത് യു.ഡി.എഫ് തന്നെയാണ്. അത് അതിന് പകരം ഞാൻ വേറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് കൃത്യമായ വ്യക്തതയുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യത്തിന് ചേലക്കര ജയിക്കുന്നു. പാലക്കാടായിട്ടില്ല, പാലക്കാട് ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് സ്വതന്ത്രം ചെയ്യും. ഒരു സംശയമില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ബി.ജെ.പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള മെട്രോമാൻ ഈ സ്വീകരണത്തെ വോട്ട് ഇപ്രാവശ്യം ബി.ജെ.പി കിട്ടാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മതനിരപേക്ഷ ഉള്ളടക്കത്തെ കണ്ടുകൊണ്ട് ബി.ജെ.പി ജയിക്കുമോ എന്ന ഒരു സംശയത്തിൽ ഒരു വിഭാഗം മതനിരപേക്ഷവാദികളുടെ വോട്ട് ഷാഫി പറമ്പിൽ കിട്ടിയിട്ട് അത് ഇപ്രാവശ്യം കിട്ടാൻ പോകുന്നു. ബി.ജെ.പി 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ജയസാധ്യതയാണ് പാലക്കാട്. ഇതാണ് ഇതിന്റെ പാലക്കാട് പോകുന്നു. അല്ല, എന്താ നേരെ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയതോ പറഞ്ഞതോ എന്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അതിനെ ഒരു പാർട്ടിയെ ഇല്ല കൈമാറിയത് ദേശാഭിവൃദ്ധി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്. അതുമായി ബന്ധപ്പെട്ട് ആ മാധ്യമപ്രവർത്തകരോട് പാർട്ടി ഇല്ല യാതൊരു നമ്മുടെ പാർട്ടിയെ നമ്മൾ CPM ചോദിച്ചിട്ടില്ല. പരിശോധനയിലേക്ക് പോയിട്ടുണ്ടോ? എന്തിനാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്? ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കി. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ കടക്കുന്ന പ്രശ്നമില്ല. എന്തിനാണ് വിദ്യാഭ്യാസം?